ഹായ് ഡിയേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അഭിയുടെയും ജാനകിയുടെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെതാ നമ്മുടെ തമ്പിയും മകളും കൂടി ചില പദ്ധതികളൊക്കെ മെനയാണ്. അളകാപുരി തറവാട്ടിലുള്ളവരെയൊക്കെ തകർത്തുകൊണ്ട് അവിടുത്തെ മരുമകളായിട്ടുള്ള ജാനകിയെ നിലം പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ഗൂഢാലോചനകൾ. അപ്പം ജാനകി കാരണമാണല്ലോ നമ്മുടെ നിരഞ്ജനയും അജയും തമ്മിലുള്ള വിവാഹമൊക്കെ നടന്നത്. എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് മുടക്കി ഈ ജാനകി എന്ന് പറയുന്ന സാധനത്തിനെ ഒന്ന് ഒതുക്കാന്ന് വിചാരിച്ച് അപർണ വലിയ തന്ത്രമൊക്കെ മെനഞ്ഞതാ. പക്ഷേ ഈ തന്ത്രങ്ങളൊക്കെ പാളിച്ച് നമ്മുടെ ജാനകി അജയെ കൂട്ടിക്കൊണ്ട് വന്നു. അതിനുശേഷം നിരഞ്ജനയൊക്കെ ഒരു ഹണിമൂൺ ട്രിപ്പും പ്ലാൻ ഇടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിനിടയിൽ തമ്പിയും മകളും കയറി കളിച്ചു എന്നുള്ള കാര്യം നമ്മുടെ ജാനകി മനസ്സിലാക്കുകയാണ്. അപ്പോൾ ജാനകി വെറുതെ ഇരുന്നില്ല, നേരെ പോയി അബിയുടെ അടുത്ത് സംസാരിച്ചു. അബിയേട്ടാ, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ. അപർണയും തമ്പിയും ഒന്നും അവർ എന്തായാലും ജയും അതുപോലെ നിരഞ്ജനയും ട്രിപ്പ് പോകുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെന്തൊക്കെയോ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും അതിൽ നമ്മളെ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അതിലേക്ക് നമ്മളെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അറിയാലോ, അവൾ പറഞ്ഞത് നമ്മൾ രണ്ടുപേരും വന്നില്ലെങ്കിൽ പിന്നെ അവരാരും ഈ ട്രിപ്പ് പോകില്ല എന്ന്. അപ്പം തന്നെ അഭിയേട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. അവൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ്. എന്തായാലും ഇനി അതൊക്കെ ആയിട്ട് നമ്മൾ നാളെ പോകുന്ന സമയത്ത് അപർണയെ നല്ലതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടി വരും. ദേ അഭിയേട്ട, കണ്ണും കാതും ഒക്കെ കൂർപ്പിച്ച് വേണം നമ്മൾ ഇരിക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പം പല പ്രശ്നങ്ങളും നമ്മുടെ ആ യാത്രയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ജാനകി അബിയെ ഓർമ്മിപ്പിച്ചു. അബിയാണെങ്കിലോ തൻ്റെ ഈ ഒരു ഊഹമൊക്കെ ആണോ, അല്ലാതെ അത്ര വലിയ പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും നടത്താനുള്ള ധൈര്യം അപർണയ്ക്ക് കാണില്ല. പിന്നെ അതുമല്ല, തമ്പി ഇപ്പം നമ്മളും തമ്മിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊന്നും അല്ല. അപർണ ഉണ്ടല്ലോ, നല്ല വിഷസർപ്പത്തിനെ പോലെ അത്ര കണ്ട് വിഷമുള്ള ഒരു ഇനമാണ്. അവള് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നും എങ്ങനെയൊക്കെ നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്നും ഒന്നും പറയാൻ പറ്റത്തില്ല. അത് ഞാൻ മനസ്സിലാക്കിയത് അഭിയേട്ടാ. എന്തായാലും അവളെ ശ്രദ്ധിക്കണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി കൂടും കൊടുക്കുകയും ഒക്കെ എടുത്ത് അളകാപുരി തറവാട്ടിലെ എല്ലാവരും കൂടി ഇറങ്ങുകയാണ്. അപ്പം ആ ഒരു ട്രാവലറിൽ നമ്മുടെ അപർണയുടെ നീക്കങ്ങളൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് ജാനകി പിന്നിലുണ്ട്. ജാനകി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അപർണയും മനസ്സിലാക്കുന്നുമുണ്ട്. പക്ഷെ ഇതിലൊന്നും പെടാതെ പാവം നമ്മുടെ നിരഞ്ജന ഇവരുടെയൊക്കെ കൂടെ കൂടുകയാണ്. നിരഞ്ജനയാണെങ്കിൽ അപർണ കാണിക്കുന്ന സ്നേഹമൊക്കെ സത്യമാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അപർണയോട് വലിയ കാര്യത്തിനൊക്കെ സംസാരിച്ച് അപർണയുടെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് ആ ഒരു മൂന്നാർ അവർ പ്ലാൻ ചെയ്ത ആ ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തിയതും നമ്മുടെ അബിക്ക് മറ്റു ചില പ്ലാനുകളൊക്കെ ഉണ്ട്. എന്തായാലും പ്രഭാവതി അമ്മയുടെ ആങ്ങളയുടെ മകളായിട്ടുള്ള ആ ഒരു പെങ്കൊച്ചുണ്ടല്ലോ, അപ്പോൾ പുള്ളിക്കാരി ഇവിടെയാണ്, ഈ മൂന്നാറാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി ആ ലച്ചുവിൻ്റെ വിശേഷങ്ങളും ലച്ചുവിനെ ഒന്ന് ചെന്ന് കാണാൻ സാധിച്ചാൽ അത്രയും നല്ലതുമായിരിക്കുമല്ലോ എന്നുള്ള ആ ഒരു പ്ലാന് അത് നമ്മുടെ അഭി അവിടെ വെച്ച് ഇറക്കുകയാണ്. അപ്പം ഈ സമയത്ത് അപർണയാണെങ്കിൽ അപർണയും തമ്പിയും കൂടി പ്ലാൻ ഇട്ടതും ഈ കാര്യങ്ങൾ തന്നെയാണല്ലോ. അതിനു വേണ്ടിയിട്ടാണല്ലോ തമ്പി നേരത്തെ വന്നിട്ട് നമ്മുടെ പ്രഭയുടെ ആങ്ങളെ കണ്ടതും സൂര്യനാരായണനെതിരെ ചില പദ്ധതികൾ താൻ മെനഞ്ഞിട്ടുണ്ടെന്നും അതിൽ പങ്കാളിയാകണമെന്നും ഒക്കെ ഉള്ളൊരു കരാറുണ്ടാക്കിയത്. അങ്ങനെ ലച്ചുവിനെ കാണാനുള്ള ഒരു പ്ലാൻ ഇട്ടത് ഈ അപർണ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അറിയാണ്. അപ്പം ഇവരെല്ലാവരും അഭിയേട്ടൻ എന്തിനാ ഇവിടെ നമ്മൾ വന്നത്, ട്രിപ്പിന് പോകാനല്ലേ, പിന്നെ ഇവിടെ വന്നിട്ട് അഭിയേട്ടൻ മറ്റു ചില പ്ലാനുകളൊക്കെ നടത്തുന്നത് ശരിയല്ലല്ലോ. എന്താ അഭിയേട്ട ഇത്? അഭിയേട്ടനെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ എല്ലാവരും ഈ ഒരു ട്രിപ്പിൽ പങ്കെടുത്തത് തന്നെ. എന്നിട്ട് അഭിയേട്ടൻ പാതി വഴിക്ക് മുങ്ങിയാൽ അതൊക്കെ മോശമല്ലേ എന്ന് അപർണ പറയുക. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ അജിയും പറയുന്നുണ്ട്, അഭിയേട്ടൻ എന്താ ഇവിടെ വന്നിട്ട് തിരക്ക്? അതെ, എൻ്റെ 1-2 ക്ലയൻസും അതുപോലെ തന്നെ നമ്മുടെ ലച്ചുവിനെ കുറിച്ചിട്ടും ഒന്ന് അന്വേഷിക്കണം. ലച്ചു ഈ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ഇവർ ഈ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അഭി ഈ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ സൂര്യനാരായണനെ വിളിച്ച് സംസാരിക്കുക. അച്ഛാ, ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ലച്ചു ഈ നാട്ടിൽ തന്നെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ലച്ചുവിനെ മീറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ അവളെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമല്ലോ. എന്തൊക്കെയാണ് ഇനി കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രമോ വിശേഷത്തിലുള്ളത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. രാവിലെ സമയം കിട്ടാതെ പോയി, അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്